ഹായ് ഓൾ, ഇന്ന് നമ്മളൊപ്പം ഉള്ളത് ഈ വരുന്ന സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് നഴ്സിംഗ് എസ് ബുള്ളങ്ങിന് പോകാനിരിക്കുന്ന അലി ഹസനാണ്. വെൽക്കം അലി ഹസൻ. പ്ലസ് ടുവിൽ ഏത് സ്ട്രീം ആയിരുന്നു എടുത്തിരുന്നത്? പ്ലസ് ടുവിൽ ഞാൻ എടുത്തിരുന്നത് സയൻസ് സ്ട്രീമായിരുന്നു. ജർമ്മനിയിൽ നഴ്സിങ്ങിനെ പറ്റി എങ്ങനെയാണ് അറിയുന്നത്? ജർമ്മനിയിലെ നേഴ്സിംഗ് ഞാൻ അറിയുന്നത് ഫസ്റ്റ് എൻ്റെ ഒരു ഡ്രീമായിരുന്നു എബ്രോഡ് പോയി എന്തെങ്കിലും ഒരു മെഡിക്കൽ ഫീൽഡ് എന്തെങ്കിലും പഠിക്കണമായിട്ട് ഉള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ എൻ്റെ കസിൻസ് ഓൾറെഡി ജർമ്മനിയിലുണ്ട്. അപ്പോൾ അതിലൊരു കസിൻ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ജർമ്മനിയിലെ നേഴ്സിംഗ് ഒരു കോഴ്സ് ഉണ്ട്, ഹൗസ് ബിൽഡിംഗ് കോഴ്സ്. ഒരു നല്ല സ്കോപ്പുള്ളൊരു കോഴ്സാണ്. അപ്പോൾ കസിൻ റെക്കമെൻഡ് ചെയ്തു. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി കുറേ അന്വേഷിച്ചപ്പോൾ ഒരു നല്ലൊരു കോഴ്സായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ നേഴ്സിംഗ് എന്നൊരു ഫീൽഡ് ചൂസ് ചെയ്തു. പ്ലസ് ടുവിന് സയൻസ് അല്ലാതെ വേറെ സബ്ജക്റ്റ് എടുത്താലും നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടുമെന്നുള്ള കാര്യം അറിയാൻ പറ്റുന്നു. എനിക്ക് അത് ഫസ്റ്റ് അറിയത്തില്ലെന്ന്, പക്ഷേ എൻ്റെ ഇപ്പോൾ ഓൾറെഡി കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവരിപ്പോൾ ജർമ്മനിക്ക് പോയിട്ടുണ്ട്. സയൻസ് അല്ലാത്തവർ, കൊമേഴ്സ് എടുത്തവരായാലും ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുത്തവരായാലും ഇപ്പോൾ ജർമ്മനിക്ക് ഉണ്ട്. അവരിപ്പോൾ ജർമ്മനിയിലെ നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എംപ്ലോയറുടെ ഇൻ്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. എനിക്ക് അവരുമായിട്ട് നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി. ജർമ്മൻ ലാംഗ്വേജിൽ തന്നെ അവരതിനായിട്ട് എനിക്ക് നല്ല സപ്പോർട്ട് തന്നു. മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിലും അവർ അത് എനിക്ക് ശരിയാക്കി തന്നു. പിന്നെ ഒരു ടെൻഷനും ഇല്ലാണ്ട് എനിക്ക് ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഈസി ആയിരുന്നു? ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അങ്ങനെ അല്ലാണ്ട് അവരെ റിയാക്ഷനൊന്നും വലിയ പേടിപ്പിക്കുന്ന രീതിയിലല്ലാണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിയാക്ഷൻ. എങ്ങനെയാണ് സ്കൈയോക്കിനെ പറ്റി അറിയുന്നത്? ഞാൻ സ്കൈയോക്കിനെ പറ്റി അറിയുന്നത് എൻ്റെ കസിൻ ത്രൂ വഴി തന്നെയാണ്. ജർമ്മനിയിലുള്ള എൻ്റെ കസിനാണ് എനിക്ക് സ്കൈയോക്കിനെ പറ്റി പറഞ്ഞു തന്നത്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു പ്രോസസ്സ്? എങ്ങനെയുണ്ടായിരുന്നു? എൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും ഈ ടീം, സ്കൈയോക്കിലെ ടീം കൂടെ നിന്നിട്ടുണ്ട്. സ്റ്റാർട്ടിങ് മുതൽ ഇപ്പോൾ എൻ്റെ പോണ കാര്യമായാലും ഇനി അവിടെ വെച്ചുള്ള കാര്യത്തിനും എല്ലാം സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ ഈ സെപ്റ്റംബർ ഇൻടേക്കിലാണ് അലി പോകാനിരിക്കുന്നത്. അതിനുള്ള ഓഫർ ലെറ്റർ സ്വീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.